അതിനിപ്പോൾ എന്താ? എനിക്ക് 100 വട്ടം സമ്മതം. അതിനു മുന്നേ നിന്റെ ഏട്ടനോട് കെട്ടാൻ പറ. ഞങ്ങൾ പിന്നെ നിന്നെയും തരുണിയും കെട്ടിക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാ. അക്ഷിയുടെ മുഖത്ത് നോക്കി ശ്രീനിവാസൻ പറഞ്ഞു കെട്ട് ഞെട്ടിയത് ദക്ഷയും അക്ഷിയും വൈദേഹിയുമായിരുന്നു. സഹസ്ര പക്ഷേ അവരെ നോക്കാതെ ഫോണിൽ ശ്രദ്ധിക്കുവാണ്. അക്ഷി ഞെട്ടൽ മറച്ചുകൊണ്ട് വെപ്രാളത്തോടെ തരുണിയെ നോക്കി. അവളുടെ മുഖത്തെ ചുവപ്പിൽ നിന്നും ഈ കാര്യം അവൾക്കും അറിയാമെന്ന് തോന്നിയപ്പോൾ അവളുടെ നോട്ടം മുഴുവനും ഏട്ടൻ്റെ അരികിലിരുന്ന എൻ്റെ നേരെയായിരുന്നു. ദൈവമേ! അക്ഷയ് പതിയെ നെഞ്ചിലൊന്ന് തൊട്ടുപോയി. പറ സഹസ്ര, ഇനി എപ്പോഴാ നീ കല്യാണത്തിന് സമ്മതിക്കുന്നേ? ശ്രീനി ഒരു ചിരിയോടെ കേൾക്കുമ്പോൾ അവൻ ഗൗരവത്തിൽ എല്ലാവരെയും ഒന്ന് നോക്കി. ദക്ഷയുടെ നോട്ടവും ഒരു വേള അവനിൽ തങ്ങി നിന്നു. ഇപ്പം മനസ്സിൽ നിന്ന് ഒരു കാർമേഘം ഒഴിഞ്ഞു പോയതുപോലെ. പക്ഷെ അത് അധിക സമയം നിലനിന്നില്ല എന്ന് മാത്രം. അതൊക്കെ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ സഹസ്ര? ശ്രീനിയുടെ ചോദ്യം കേട്ടതും ഗൗരവം നിറഞ്ഞ ഒരു ചിരിയോടെ വീരസിംഹ ചോദിച്ചു കേട്ടതും സഹസ്ര അയാളെ ഒന്ന് നോക്കി പിന്നൊന്നും മോളി. എന്തോ ഇതൊക്കെ? ഇത്രയൊക്കെ നടന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. ദക്ഷയും മരുമകളായിട്ട് കിട്ടുമെന്ന് കരുതിയിരുന്ന വൈദേഹിക്ക് ആകെപ്പാടെ സങ്കടം വരുന്നുണ്ടായിരുന്നു. അവരുടെ സങ്കടത്തോടെ തന്നെ വീരസിംഹനെ നോക്കി പറഞ്ഞു കേട്ടതും അയാൾ അവരെ ചിരിയോടെ ഒന്ന് നോക്കി. അത് കണ്ട് പരിഭവത്തോടെ അവർ റൂമിലേക്ക് എഴുന്നേറ്റ് പോയി. സത്യം പറഞ്ഞ ദക്ഷയോടുള്ള ഇഷ്ടം കൊണ്ട് ഇപ്പോൾ അറിഞ്ഞ കാര്യത്തിൽ കണ്ണ് നിറയുമെന്ന് പേടിച്ചാണ് അവർ റൂമിലേക്ക് വന്നത്. അപ്പോഴേക്കും ആഷിയും ഞെട്ടലിൽ തന്നെയായിരുന്നു. തരുണിയെ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അവളുടെ നോട്ടമെല്ലാം തനിക്ക് നേരെയാണെന്ന് അവനറിയാൻ പറ്റുന്നുണ്ട്. അവളിൽ നിന്നും ഒരു അസ്വസ്ഥതയുടെ മുഖം തിരിക്കുമ്പോൾ അവൻ ദക്ഷയൊന്ന് നോക്കി. അപ്പയുടെ സംസാരം കേട്ട് നിർവികാരമായി നിൽക്കുകയാണ് ആൾ. ഇതിപ്പോൾ ആര്യ സഹസ്രയ്ക്ക് വേണ്ടി വീരസിംഹ ആലോചിച്ചു വച്ചിരിക്കുന്നത് എന്നറിയാത്ത അസ്വസ്ഥതയുണ്ടാവനും. തരുണിയാണ് ഏട്ടന് വേണ്ടി ആലോചിച്ചെന്ന് കരുതിയാണ് അവൻ അവളുടെ ഇഷ്ടമുണ്ടെന്ന് തുറന്നു പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നി അവനും. അവരുടെ അടുത്തുനിന്ന് ദക്ഷ പതിയെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ നിന്ന് തണൽ മരങ്ങളും സുഗന്ധങ്ങളുമുള്ള പൂക്കൾ നിറഞ്ഞ ഗാർഡിലേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാതെ വേവുന്നുണ്ടായിരുന്നു. എപ്പോഴാണ് ആ ആളോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നെന്ന് അറിയില്ല. ഇഷ്ടം തോന്നാൻ പാകത്തിന് ഒന്നും തങ്ങൾക്കിടയിൽ നടന്നിട്ടില്ല. എന്നിട്ടും തല ഉയർത്തിപ്പിടിച്ച് എപ്പോഴും ഗൗരവത്തോടെ മാത്രം നോക്കുന്ന ആളെ എന്നോ മനസ്സിലടക്കി പിടിച്ചു പോയി. വേണ്ടായിരുന്നു. അർഹതയുടെ മാനദണ്ഡം നോക്കുമ്പോൾ ദക്ഷയുടെ തട്ട് താഴ്ന്നിരിക്കില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിലും ഒരുത്തൻ വാശിയിൽ കെട്ടി ഉപേക്ഷിച്ചുവെങ്കിലും താനിപ്പോൾ ഒരു രണ്ടാം കെട്ടുകാരിയാണല്ലോ. അപ്പോൾ ആ ആളെ സ്വന്തമാക്കാൻ ഒട്ടും അർഹതയില്ല. ജീവിതത്തിൽ ആദ്യമായി സഹസ്രയുടെ കാര്യത്തിൽ മാത്രം അർഹത നോക്കാൻ തോന്നി അവൾക്ക്. മറ്റൊന്നിനും ഇങ്ങനെ അർഹത നോക്കിയിട്ടില്ല അവൾ. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എല്ലായിടത്തും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവൾക്ക് ഇവിടെ ആ ആൾക്ക് നേരെ മാത്രം പറ്റുന്നില്ല. നെഞ്ചിലിങ്ങനെ വെറുതെ വിങ്ങൽ വരുന്നുണ്ട്. അതും ഒരു സുഖമായി തോന്നി അവൾക്ക്. നീ കരഞ്ഞോ? തൊട്ടരികിൽ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേൾക്കെ ഞെട്ടലോടെ തിരിഞ്ഞവൾ. താൻ ഇരിക്കുന്ന കൽബെഞ്ചിൽ തനിക്ക് അരികിലായി ഇരുന്നുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്ന സഹസ്ര ഉള്ളൊന്ന് കിടുങ്ങിപ്പോയി ആ നോട്ടത്തിൽ തന്നെ. കരയാനോ? ഏയ് ഇല്ലല്ലോ. ദക്ഷ അവൻ്റെ ചോദ്യം കേൾക്കെ ഉള്ളിലെ പിടപ്പ് പുറത്ത് കാണിക്കാതെ പതിയെ പറഞ്ഞു. പിന്നെ ഇതെന്താ? അവൻ്റെ പരുക്കൻ വിരലുകൾ അവളുടെ കവിളിൽ തഴുകി തലോടി പോയതുപോലെ തോന്നിയതും നെഞ്ചിൽ നിന്നും ഒരു പിടപ്പ് മുകളിലേക്ക് ഉയർന്ന പോലെ വിറച്ചു പോയ ചുണ്ടുകളുടെ ചലനം അറിഞ്ഞ പോലെ അവളൊന്ന് വെപ്രാളപ്പെട്ടു. അടുത്തുള്ളവൻ തൻ്റെ ഭാവങ്ങൾ എന്തെങ്കിലും തിരിച്ചറിഞ്ഞാൽ അവിടെ നിന്നൊരു കുറ്റപ്പെടുത്തൽ നിറഞ്ഞ നോട്ടം പോലും സഹിക്കാൻ പറ്റില്ല. സഹസ്ര തനിക്ക് നേരെ തിരിച്ചു പിടിച്ച അവൻ്റെ കൈയും ആ നീളമുള്ള ദൃഢമായ വിരലുകളിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളിയും അപ്പോഴാണ് ദക്ഷ ശ്രദ്ധിക്കുന്നത്. കരയാതെ പിന്നെ എന്തിനാ ഈ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരുന്നത്? നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? കൂർപ്പശ നോട്ടത്തോടെയുള്ള സഹസ്രയുടെ ചോദ്യം കേൾക്കെ ദക്ഷയൊന്ന് ഞെട്ടി. കരഞ്ഞോ? താൻ അറിഞ്ഞില്ല? അവൾ മുഖം വേഗം അമർത്തി തുടച്ചു കളഞ്ഞു. എന്തിനാ നീ കരഞ്ഞത്? അപ്പോഴും അവൻ്റെ ചോദ്യം ചെയ്യൽ തീർന്നിരുന്നില്ല. ഉത്തരം കിട്ടിയ മതിയാകൂ എന്ന പോലെ അവളിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുവാണ് അവൻ. ഞാൻ പെട്ടെന്ന് എന്തോ അച്ഛനെ ഓർത്തു. കള്ളം, വെറുതെ ഒരു കള്ളം പറഞ്ഞു. അത് അടുത്തിരിക്കുന്നവൻ തിരിച്ചറിയരുതേ എന്ന് പ്രാർത്ഥിച്ചു. അവളുടെ ഉത്തരം കേട്ടവൻ കടുപ്പത്തിലൊന്ന് മോളി. എങ്ങനെയാ അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുകയല്ലേ? സഹസ്ര ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ അവളൊന്ന് അറച്ചു. അവിടെ ജോയിൻ ചെയ്താൽ ആ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും. ഈ മുൻപിൽ ഇനിയും ഇങ്ങനെ ഒരുക്കി നിൽക്കാൻ വയ്യ. വേണ്ട, ഞാൻ വേറെ ഹോസ്പിറ്റൽ നോക്കിക്കോളാം. ദക്ഷ മറുപടി പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റു. പക്ഷെ അവളെ പോകാൻ സമ്മതിക്കാതെ സഹസ്ര അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. കാരണം പറഞ്ഞിട്ട് പോ അഗ്നി. അത് നിനക്ക് കൂടെ അവകാശമുള്ള ഹോസ്പിറ്റലാണ്. ഭാവിയിൽ നീയും മാഷിയും ചേർന്ന് നോക്കേണ്ടത്.
അവൻ്റെ പരുക്കമുള്ള കൈയുടെ പിടുത്തം. അതിൻ്റെ ചെറുചൂട് തൻ്റെ ശരീരം മുഴുവനും പടർന്നു പിടിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. എനിക്ക് അത്രയും വലിയ ഉത്തരവാദിത്വമൊന്നും പറ്റാഞ്ഞിട്ടാ. അവിടെ നിന്ന് പെട്ടെന്ന് പോകണമെന്ന് ഓർത്തുകൊണ്ട് അവൾ പതിയെ പറഞ്ഞു. ഞാനുണ്ടല്ലോ അഗ്നി, പിന്നെന്താ? സഹസ്ര ഗൗരവത്തോടെ തന്നെ ചോദിക്കുമ്പോൾ അവളുടെ മനസ്സൊന്ന് തുള്ളിപ്പോയി. അവൻ്റെ ആ ഒരു വാക്ക്. ദക്ഷ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. എന്താ? എന്തുപറ്റി? കണ്ണുകൾ അടച്ചു നിൽക്കുന്നവൾക്ക് എതിരെ വന്നുകൊണ്ട് സംശയത്തോടെ സഹസ്ര ചോദിക്കുമ്പോൾ ആ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞു പോയവൾ. ഒന്നും പറഞ്ഞില്ലവൾ. ശരീരം മൊത്തം തരുന്നത് പോലെയൊക്കെ ഒരു ഫീൽ. എന്തിനാണത്? അതും അറിയില്ല. ദക്ഷ അവനെ ചാരി നിൽക്കുമ്പോൾ ഓർത്തുപോയി. ഹേയ് അഗ്നി! തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നവളെ ഒറ്റ നിമിഷം കൊണ്ട് വാരിയെടുത്തിരുന്നു അവൻ. അപ്പോഴും അനങ്ങിയില്ല അവൾ. അനങ്ങിയാൽ കരഞ്ഞു പോയെങ്കിലോ? കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചാരിയിരിക്കുമ്പോൾ വെപ്രാളത്തോടെ തന്നെയും കൊണ്ട് അകത്തേക്ക് പോകുന്നവനെ അറിയുന്നുണ്ടവൾ. എന്തു പറ്റി നിനക്ക്? അഗ്നിയെ ബെഡിൽ കിടത്തിക്കൊണ്ട് ആ അരികിലിരുന്നവൻ. ഒരു തളർച്ച പോലെ, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ണുകൾ അടച്ചുകൊണ്ട് പതിയെ പറഞ്ഞവൾ. കിടന്നോ, അമ്മയെ പറഞ്ഞു വിടാം ഞാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഹോസ്പിറ്റലിൽ പോകാം. സഹസ്ര പറയുമ്പോൾ അവൾ പതിയെ മൂളിക്കൊണ്ട് കണ്ണുകൾ അടച്ചു. അവളെ ഒന്ന് നോക്കി സഹസ്ര പുറത്തേക്ക് പോകുന്നതും അല്പം കഴിഞ്ഞ് വൈദേഹി കയറി വരുന്നതും അറിഞ്ഞിരുന്നുവെങ്കിലും അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. ഉറങ്ങിയെന്ന് തോന്നുന്നു. അമ്മ എന്ന് ശ്രദ്ധിച്ചേക്ക്. കണ്ണുകൾ അടച്ച് കിടക്കുന്നവളെ നോക്കി പറയുമ്പോൾ വൈദേഹി ഒന്ന് മൂളി. അവർ അവളെ വാത്സല്യത്തോടെ ഒന്ന് നോക്കി. തിരിച്ച് കൊട്ടാരം എത്തുന്നത് വരെ വർമ്മയും ബാക്കിയുള്ളവരും ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല. ദക്ഷയുടെ മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കാൻ ഇടയാക്കിയ മാളുവിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ഇന്ദ്രന്. അവൻ്റെ മുഖം വല്ലാതെ കടുത്തിരുന്നു. കൊട്ടാരത്തിലെത്തി കാറിൽ നിന്നിറങ്ങി കാറ്റുപോലെ ഇന്ദ്രൻ അകത്തേക്ക് കയറി. അത് കാണി വർമ്മയും കടുത്ത മുഖത്തോടെ ഹാളിലെ സീറ്റിലിരുന്നു. കൂടെ അമർഷത്തോടെ ജഗനും. സിദ്ധു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. മാളു അവളെ പെങ്ങളെ പോലെയാണ് ഇന്നുവരെ കണ്ടിട്ടുള്ളത്. അവളെ താനെങ്ങനെ? ഇവിടെ ആരെങ്കിലും നാണക്കേട് മാറ്റാൻ അവളെ സ്വീകരിക്കാൻ പറഞ്ഞാൽ? സിദ്ധു ആ ഓർമ്മയിൽ തന്നെ ഒന്ന് വിളറി വെളുത്തു. ഇങ്ങോട്ട് വാടി! ഇന്ദ്രൻ്റെ അലർച്ചയും മാളുവിൻ്റെ തലമുടിയിൽ പിടിച്ച് ഹാളിലേക്കായി അവളെ തള്ളിയിടുന്നതും കണ്ടതും സിദ്ധു ഒരു ദീർഘശ്വാസം എടുത്തു. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടി നിൽക്കാൻ കാരണക്കാരിയായവളോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. അതുകൊണ്ട് തന്നെ ഇന്ദ്രനെ പിടിച്ചു മാറ്റാൻ തയ്യാറാവാതെ അവൻ അങ്ങനെ തന്നെ നിന്നു. ഏട്ടാ! താഴേക്ക് വീണ മാളു പേടിയുടെ അതിൽ കൂടുതൽ അവശ്യതയോടെ ഇന്ദ്രനെ നോക്കി. വിളിക്കരുത് അങ്ങനെ നീ. ആരുടെ ഏട്ടൻ? വല്ലവൻ്റെയും കൊച്ചിനെ വയറ്റിലിട്ട് നിൽക്കുമ്പോൾ നീ ഓർത്തില്ലേ ഇങ്ങനൊരു ഏട്ടനും ഒരു കുടുംബവും ഉണ്ടെന്ന്? താഴെ വീണവളെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് ഉയർത്തുമ്പോൾ ഇന്ദ്രൻ ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചുപോയി. ബഹളം കേട്ട് അവിടേക്ക് വന്ന തീർത്തി അത് കണ്ട് ഭാവഭേദമില്ലാതെ ചുമരിൽ ചാരി നിന്ന് കാഴ്ച കണ്ടു. ഭാമയാണെങ്കിൽ സായർത്തുമ്പ് എടുത്ത് മോടിക്കൊണ്ട് തൻ്റെ കരച്ചിൽ നിയന്ത്രിച്ചു. എങ്കിലും ഇന്ദ്രനോട് അരുതെന്ന് അവരും പറഞ്ഞില്ല. ഇന്ന് ഞാനും അച്ഛനും മുത്തച്ഛനും എല്ലാം നാണം കെട്ട് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നത് നീ ഒറ്റ കാരണമാണ്. പറയടി, ഞങ്ങളെ നാണം കെട്ടി നിർത്തിയപ്പോൾ നിനക്ക് എന്ത് കിട്ടി? ഇന്ദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ മാളു അവനെ പേടിയോടെ നോക്കി. എല്ലാവരുടെയും കയ്യിൽ നിന്ന് തല്ലി കിട്ടിയതും കഴിക്കുമ്പോഴെല്ലാം ഛർദ്ദിക്കുന്നതുമൊക്കെ മാളു വളരെ അവശയായിരുന്നു. അവളുടെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് ഇന്ദ്രൻ അവളെ വലിച്ചിഴയ്ക്കുന്നത്. ക്ഷമിക്കേട്ടാ, പറ്റിപ്പോയി. മാളു പേടിയോടെ എങ്കിലും പതിയെ പറഞ്ഞു. അവൾക്ക് ശരീരം മൊത്തം വല്ലാത്ത വേദനയായിരുന്നു. വർമ്മ മുന്നിൽ നടക്കുന്ന കോലാഹലങ്ങൾ കണ്ടിട്ടും അത് ശ്രദ്ധിക്കാതെ വീരസിംഹൻ്റെ വീട്ടിലേക്ക് എങ്ങനെ ഇനിയും പോകുമെന്നൊരു ആലോചനയിലായിരുന്നു. അപ്പോഴാണ് ചുമർ ചാരി കോസില്ലാതെ നിൽക്കുന്ന തീർത്ഥയും അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും അയാൾ ശ്രദ്ധിക്കുന്നത്. ദക്ഷയും തീർത്ഥയും ഇന്ദ്രനെ വെച്ച് ഒത്തു നോക്കി അയാൾ. അവിടെ പണം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഇന്ദ്രന് ചേർന്നത് ദക്ഷയാണെന്ന് ഓർത്തുകൊണ്ട് അയാൾ പുതിയ പദ്ധതി രൂപീകരിക്കുന്ന തിരക്കിലായിരുന്നു. പറ്റിപ്പോയിന്നോ? നാണില്ലേ നിനക്ക് എന്നോടത് പറയാൻ? ജീവനില്ലാത്തതുപോലെ നിൽക്കുന്ന മാളുവിൻ്റെ കവിളിൽ ഇന്ദ്രൻ കുത്തിപ്പിടിച്ചു. ഏട്ടന് തെറ്റ് പറ്റിയിട്ടില്ലേ? ദക്ഷയെടുത്തി ബലമായിട്ടല്ലേ ഏട്ടൻ താലി കെട്ടിയത്? ഇനി തല്ലുകൊള്ളാൻ വയ്യെന്ന പോലെ മാളു ദയനീയമായി ചോദിക്കുമ്പോൾ ദക്ഷയുടെ ഓർമ്മയിൽ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഇന്ദ്ര മതി, ഇങ്ങനെ തല്ലിയാൽ അവൾ ചത്തുപോകും. എന്തായാലും ഇവളെ ഇനി ആ കുടുംബത്തിലുള്ള ആരും കെട്ടില്ലെന്ന് ഉറപ്പായി. ഇനിയിപ്പം നിന്റെ കൈ കൊണ്ട് അവൾ ചാകണ്ട വീട്ടേക്ക്. വർമ്മ ഗൗരവത്തോടെ പറയുമ്പോൾ ഇന്ദ്രൻ മാളുവിനെ പുറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് റൂമിലേക്ക് പോയി. സിദ്ധുവേട്ടാ, എന്നെന്ന് റൂമിലാക്കോ? ഒറ്റയ്ക്ക് എഴുന്നേൽക്കാൻ വയ്യ. മാളു എഴുന്നേൽക്കാൻ പറ്റാതെ വന്നതും ഇന്ദ്രൻ്റെ പുറകിലൂടെ പോകാൻ നിന്ന സിദ്ധുവിൻ്റെ കാലിൽ കൂട്ടിപ്പിടിച്ചു. അവൾ കരഞ്ഞു വീർത്ത മുഖവും അടികൊണ്ട പാടും അവശതയും ഒക്കെ കാണി അവൻ സഹതാപത്തോടെ അവളെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നെ അവളെ താങ്ങിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. അവർ പോന്ന് നോക്കിയിരുന്ന വർമ്മയുടെ കാതിൽ സിദ്ധുവിനെ കൊണ്ട് മാളുവിനെ കെട്ടിക്കുന്ന അക്ഷയ് പറഞ്ഞത് മുഴങ്ങി കേട്ടു.
അതോർത്തതും അയാളുടെ കണ്ണുകളൊന്ന് തിളങ്ങി. ജഗ, എന്താച്ചാ? തലയ്ക്ക് കൈ താങ്ങിയിരുന്ന ജഗൻ സംശയത്തോടെ വർമ്മയെ നോക്കി. സിദ്ധുവിനെ കൊണ്ട് നമുക്ക് മാളുവിനെ കെട്ടിച്ചാലോ? എത്ര ഒളിച്ചു വെച്ചാലും അവളുടെ വീർത്ത് വരുന്ന വയറും പുതിയ ജീവനും നമ്മളെ നാണം കെടുത്തും. അതിന് സിദ്ധുവും അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സമ്മതിക്കുമെന്നാ വർമ്മ പറഞ്ഞു കേട്ടതും അയാളൊരു സംശയത്തോടെ പറഞ്ഞു. സമ്മതിക്കാതെ പിന്നെ? ഈ കൊട്ടാരത്തിൻ്റെ അടുത്ത അവകാശി ഇന്ദ്രനാണ്. ഇവിടെ പെണ്ണുങ്ങൾക്ക് അവകാശം കൊടുക്കുന്ന പതിവൊന്നുമില്ലല്ലോ ജഗ. അങ്ങനെ വരുമ്പോൾ സിദ്ധു ഇതിനൊന്നും തയ്യാറായില്ലെങ്കിൽ അവനും കുടുംബവും ഇവിടെ നിന്നും പടിയിറങ്ങും. കിടക്കാൻ ഒരിടമില്ലാത്ത അവർ അതനുസരിക്കാതിരിക്കുമോ? വർമ്മ ഗൂഢമായ ചിരിയോടെ പറയുമ്പോൾ ജഗൻ്റെ മുഖം ഒന്ന് വിടർന്നു. ഇന്ന് തന്നെ സിദ്ധുവിനോട് സംസാരിക്കാം, ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണ്ട. വർമ്മ പറഞ്ഞതിന് ജഗനൊന്ന് മൂളി. എന്താ? മുന്നിൽ നിൽക്കുന്ന തരുണിയെ കാണെ അക്ഷയുള്ളിലുണ്ടായ അമർഷം മോദിക്കൊണ്ട് പതിയെ ചോദിച്ചു. കോഫി ചോദിച്ചിരുന്നില്ലേ, അതുകൊണ്ട് വന്നതാ. അക്ഷയ്ക്ക് നേരെ കോഫി നീട്ടിക്കൊണ്ട് തരുണി പതുങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ അവളെ ഇന്ന് നോക്കി. തൻ്റെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ താഴേക്കാണ് നോക്കി നിൽക്കുന്നത്. വെപ്രാളം കൊണ്ടെന്നതുപോലെ ആ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു നിൽക്കുന്നു. ഞാൻ അമ്മയോടല്ലേ പറഞ്ഞേ? അക്ഷയ് ഗൗരവത്തോടെ ചോദിച്ചു കേട്ടതും അവളുടെ മുഖം വല്ലാതെ ഇന്ന് വാടിപ്പോയി. അത് കാണി അവനും ഒന്നും വല്ലാതെയായി. ഇനിയിപ്പോൾ താൻ പറഞ്ഞത് അവൾക്ക് ഫീലായി കാണുമോ? ഇങ്ങ് തന്നേക്ക്. മുഖം കുനിച്ചു നിൽക്കുന്നവൾക്ക് നേരെ ഇടത് കൈ നീട്ടിക്കൊണ്ട് അക്ഷയ് പറഞ്ഞു കേൾക്കെ അവളൊന്ന് തല കുലുക്കിക്കൊണ്ട് ആ കോഫി അവന് നേരെ നീട്ടി. ഞാൻ പൊയ്ക്കോട്ടെ? പതിഞ്ഞ സ്വരത്തിൽ അവൾ ചോദിക്കുന്ന കേട്ട് അക്ഷയ്ക്ക് ചിരിയാണ് വന്നത്. തൻ്റെ മുന്നിൽ മുഖമുയർത്തി സംസാരിക്കാൻ മടിക്കുന്നവൾ എങ്ങനെയാ മെഡിസിന് പഠിക്കുന്നതെന്ന് അവനൊരു നിമിഷം ചിന്തിച്ചു പോയി. അപ്പോൾ ഈ ക്ലാസ് ആര് കൊണ്ടുപോകും? അതുകൂടെ കൊണ്ടുപോയിക്കോ. അതുവരെ നിന്ന് കാല് കഴിക്കാതെ ഇരിക്കാൻ നോക്ക്. അക്ഷയ് പറഞ്ഞു കേൾക്കെ തല കുലുക്കിക്കൊണ്ട് അവൾ കിടന്ന സീറ്റിൽ പതിയിരുന്നവൾ ചുമ്മാ അവളുടെ ആ പിടച്ചിലൊക്കെ നോക്കിയിരിക്കാൻ ഒരു കൗതുകം. അതോർത്തതും അക്ഷയ് ഞെട്ടലോടെ അവളിൽ നിന്ന് മുഖം തിരിച്ചു. പിന്നെ വേഗം കോഫി കുടിച്ച് അവൾക്ക് നേരെ ആ കപ്പ് നീട്ടി. ആ സമയം തന്നെയാണ് ദക്ഷ അവനരികിലേക്ക് വന്നത്. അത് കാണി തരുണി അവൾക്ക് നേരെ പതിയെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്താ അക്ഷയ് നിന്റെ ഉദ്ദേശം? നീ എന്താ ഇന്ന് അങ്ങനെയെല്ലാം പറഞ്ഞത്? തരുണി അവിടുന്ന് പോയെന്ന് കാണെ ദക്ഷ ഗൗരവത്തോടെ അവന് മുന്നിൽ വന്ന് ചോദിച്ചു. ഞാനെന്ത് പറഞ്ഞു? തീർത്തും നിസ്സാരമായി അക്ഷയ് പറഞ്ഞു കേൾക്കെ ദക്ഷ അവനെ രൂക്ഷമായി നിന്ന് നോക്കി. എന്നിങ്ങനെ നോക്കി പേടിപ്പിക്കാതെ എൻ്റെ ഇടത്തി ഇവിടെ ഒന്നിരിക്കുക. തനിക്ക് മുന്നിൽ ഒട്ടും പുഞ്ചിരിയില്ലാതെ തീർത്തും ഗൗരവത്തിൽ നിൽക്കുന്നവളെ ഇടത് കൈകൊണ്ട് വലിച്ച് അവൻ്റെ ബെഡിൽ അവനെ നേർക്കിയിരുത്തി. എന്താ അക്ഷയ് ഇത്? ആരെങ്കിലും കേട്ടാലോ? അവൻ്റെ ഏട്ടത്തി വിളി മനസ്സിലൊരു കുളിര് പടർത്തിയെങ്കിലും ദക്ഷ പുറത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു. ഇതിപ്പോൾ എന്തിനാ മറച്ചു വയ്ക്കുന്നത്? ഏട്ടനോട് തുറന്നു പറഞ്ഞൂടെ? ഏട്ടനാണ് ഈ മനസ്സിലെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ദക്ഷ ഡോക്ടറെ ഞാൻ മറക്കാൻ ശ്രമിക്കുക. എൻ്റെയാണെന്ന് ചിന്തിച്ച നിമിഷങ്ങളെല്ലാം എന്തെല്ലാം വൃത്തികേട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഏത് ഗംഗയിൽ മുങ്ങിയാലാ എൻ്റെ പാപം തീരുന്നോർത്ത് ഒരുക്കുക ഞാൻ. അക്ഷയ് പറഞ്ഞു വന്നപ്പോൾ അവൻ്റെ കണ്ണുകളൊന്ന് നിറഞ്ഞു. ഈ അക്ഷയ് എന്തേത്? ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. നീ തെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാം കൈ നിവർത്തി നിനക്കുള്ള ശിക്ഷയും തന്നിട്ടുണ്ടല്ലോ ഞാൻ. വെറുതെ അതൊന്നും ഓർക്കണ്ട. ദക്ഷ പറയുമ്പോൾ അവനൊന്ന് മൂളി. പിന്നെ കുറച്ച് സമയം നിശബ്ദമായിരുന്നു അവിടെ. പക്ഷേ ഏട്ടത്തി, ഏട്ടന് ഏത് ആലോചന നോക്കി വെച്ചിട്ടുണ്ടെന്ന് അപ്പ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആരാ അത്? തരുണിയാണ് അതൊന്ന് ഓർത്താം ഞാനിന്ന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഏട്ടത്തിയോട് ചെയ്ത തെറ്റിന് പരിഹാരം കാണാൻ പറ്റിയാലോ എന്ന് ഓർത്ത് ഞാൻ. അക്ഷയ് പറയുമ്പോൾ ദക്ഷയുടെ മുഖമൊന്ന് മാറി. അവൾ ദേഷ്യത്തിൽ അക്ഷയ് നോക്കി. എൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി നീ നിൻ്റെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കാൻ നിൽക്കരുത് അക്ഷയ്. എൻ്റെ കാര്യം ഇനിയിപ്പോൾ വിധിക്ക് വിടുവാൻ ഞാൻ. അവൾ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകാൻ തിരിയുമ്പോൾ അകത്തേക്ക് കയറി വരുന്ന സഹസ്രയെ കണ്ടവൾ ഒന്ന് സ്റ്റക്കായിപ്പോയി. ഇനിയിപ്പോൾ തങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടോ? അവൾക്കതായിരുന്നു സംശയം. എന്താ? തന്നെ പരിഭ്രമത്തോടെ നോക്കുന്ന അക്ഷയും ദക്ഷയും നോക്കി സഹസ്ര പുരുകൻ ചുളിച്ചുകൊണ്ട് അവനരികിലായിരുന്നു. ഏയ്, ഞങ്ങൾ വെറുതെ ഓരോന്നും പറഞ്ഞിരുന്നതാ. അക്ഷയ് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുമ്പോൾ സഹസ്രയൊന്ന് മൂളി. നമുക്കിന്നിപ്പോൾ ചെറിയൊരു യാത്രയുണ്ട്. അധികം ദൂരമൊന്നുമല്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സഹസ്ര ചോദിക്കുമ്പോൾ ഇല്ലെന്നതുപോലെ അക്ഷയ് കണ്ണ് ചിമ്മി. നീ പോയി റെഡിയായിട്ട് വാ നീ. തനിക്ക് പിന്നിൽ നിൽക്കുന്നവളെ തിരിഞ്ഞു നോക്കി സഹസ്ര. ഞാനും ഉണ്ടോ? അവൾ അല്പം അമ്പരപ്പിൽ ചോദിച്ചു. എന്താ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അവളുടെ മുഖത്തേക്ക് സഹസ്ര ഗൗരവത്തിലൊന്ന് നോക്കി. അതിന് വേഗത്തിൽ ഇല്ലെന്നതുപോലെ തലയാട്ടി അവൾ. എങ്കിൽ വേഗം പോയിട്ട് വാ, വൈകണ്ട. സഹസ്ര പറയുമ്പോൾ അവളൊന്ന് മോളി. പിന്നെ അക്ഷയ് ഒന്ന് നോക്കി പുറത്തേക്ക് പോയി. എവിടേക്കേട്ടാ? അക്ഷയ് നേരെ ഇരുന്നുകൊണ്ട് കൗതുകത്തോടെ ചോദിച്ചു. നമുക്കൊരാളെ കാണാൻ പോണം. അവിടെ പോയിട്ട് ആരെന്നറിഞ്ഞാൽ മതി നിങ്ങൾ. ഇപ്പം നമുക്ക് റെഡിയാവാം. സഹസ്ര പറയുമ്പോൾ അക്ഷയ് അവനെ നിന്ന് നോക്കി. അത് കാണി സഹസ്ര അവന് നേരെ ഇരുത്തിക്കൊണ്ട് മറ്റൊരു ഷർട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അവനെ റെഡിയാക്കി. ചുവന്ന കളർ സാരിയിൽ മിതമായി ഒരുങ്ങി വരുന്ന ദക്ഷയെ കാണി
അക്ഷയുടെ കണ്ണുകളൊന്ന് വിടർന്നു പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ കുറ്റബോധത്തോടെ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റിക്കൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു. പോകാം. സഹസ്ര രണ്ടുപേരോടും ചോദിച്ചുകൊണ്ട് അക്ഷയ് പതിയെ കയ്യിൽ കോരിയെടുത്തു. ഞാൻ നടക്കേട്ടാ. ഒരു ചിരിയോടെ അക്ഷയ് സഹസ്രയുടെ നെഞ്ചിൽ തല ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു കേൾക്കെ ദക്ഷ ഒന്ന് പുഞ്ചിരിച്ചു. കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലെ നിസ്സാരമായി അക്ഷയ് എടുത്തുകൊണ്ട് നടക്കുന്ന സഹസ്രയുടെ ഗൗരവം നിറഞ്ഞ മുഖത്ത് അവനോടുള്ള വാത്സല്യമായിരുന്നു നിറഞ്ഞതെന്ന് ദക്ഷയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പോയിട്ട് വരാപ്പേ, അമ്മയോട് പറയണേ. പുറത്തു നിൽക്കുന്ന വീരസിംഹനെ നോക്കി സഹസ്ര പറയുമ്പോൾ അയാളെന്ന് അമർത്തി മോളി. ഇതിപ്പോ എവിടെ ഏട്ടാ? തനിക്കൊട്ടും പരിചയമില്ലാത്ത ഇടത്തെ ചുറ്റും നോക്കി അക്ഷയ് ചോദിക്കുമ്പോൾ ആ ചോദ്യം തന്നെയായിരുന്നു ദക്ഷയുടെ മനസ്സിലും. ഒട്ടും ആൾതാമസമില്ലാത്ത ഒരു കുഞ്ഞു വീട്. ഇവിടിപ്പോൾ ആരെ കാണുമെന്നൊരു സംശയമാണ് അവർക്ക് രണ്ടുപേർക്കും. ഞാൻ പറയാതെ തന്നെ നിനക്ക് മനസ്സിലാകും. സഹസ്ര പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. കൂടെ അവൻ്റെ കയ്യിൽ അക്ഷയും ഇപ്പുറത്ത് ദക്ഷയും. പുറത്ത് ചെറിയ മഞ്ഞ് വെളിച്ചമുണ്ടായിരുന്നെങ്കിലും അകം മുഴുവനും ഇരുട്ടിൽ മുങ്ങിക്കിടക്കുമായിരുന്നു. എലിയോ എന്തൊക്കെ ഓടുന്ന ശബ്ദം കേട്ട് ആ ഇരുട്ടിലൊന്നും കാണാതെ അവർ ചുറ്റും നോക്കി. അപ്പോഴേക്കും സഹസ്ര ലൈറ്റ് തെളിച്ചിരുന്നു. ഏട്ടാ, ഇവിടെ എന്താ നമ്മൾ വന്നേ? ചുറ്റുപാടും നിറഞ്ഞു കിടക്കുന്ന പൊട്ടിയതും ചുളുങ്ങിയതുമായ സാധനങ്ങൾ കാണി അക്ഷയുടെ മുഖം ഒന്ന് ചുരുങ്ങി. അവൻ മനസ്സിലാവാതെ സഹസ്രയെ നോക്കുമ്പോൾ അവിടെ കിടന്ന സാമാന്യം നല്ലൊരു ചെയറെടുത്ത് അതിലായി ഇരുത്തി സഹസ്ര അവനെ. അതിലങ്ങനെ പൊടിയോ അഴുക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അക്ഷയ് അവിടെ അടങ്ങിയിരുന്നു. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ കാണിച്ചു തരാൻ. അയാളെ കണ്ടിട്ട് മനസ്സിലായത് നോക്ക്. സഹസ്ര ചോദ്യത്തോടെ നിൽക്കുന്ന രണ്ടാളെ നോക്കി തന്നെ മീശൊന്ന് മുകളിലേക്ക് പിടിച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അടുത്തടഞ്ഞു കിടക്കുന്ന റൂമായിരുന്നു അവൻ്റെ ലക്ഷ്യമെന്ന് കാണി ദക്ഷ അവിടേക്ക് തന്നെ നോക്കി നിന്നു. എങ്കിലും അവളുടെ ശ്രദ്ധ അവിടെ നിന്ന് തെറ്റി ചുറ്റും മലഞ്ഞതും എന്തോന്നും തങ്ങളുടെ കാലിനരികിലേക്ക് വന്ന് വീണു. അത് വേദനയിൽ നിന്ന് ഞരങ്ങിയത് കാണേ ദക്ഷ ഒരടി പുറകിലേക്ക് നീങ്ങിപ്പോയി. ഇതെന്താ? മുന്നിൽ ചോര ഉണങ്ങി പിടിച്ചു കിടക്കുന്ന ജീവനുള്ള ശരീരത്തിലേക്ക് നോക്കി അക്ഷയ് ഒരു വിറയലോട് ചോദിക്കുമ്പോൾ സഹസ്രം പതിയെന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ തടിയിൽ കാലുകൊണ്ട് ഒന്ന് പിടിച്ച് നേരെ കിടത്തി. ദീപക് ഡോക്ടർ. മുന്നിൽ പകുതി മുക്കാലും ചത്തതുപോലെ കിടക്കുന്ന ദീപകിനെ നോക്കി വിടർന്ന കണ്ണോടെ അക്ഷയ് പറയുമ്പോൾ ദക്ഷ അമ്പരപ്പോടെ സഹസ്രയെ നോക്കി.